ചപ്പാത്തി ഉണ്ടാക്കുന്ന ടൈം മാത്രം മതി ഈ ഒരു ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ അധികം ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് ഗോതമ്പ് പൊറോട്ടൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അധികം ലേയേഴ്സാക്കി കട്ട് ചെയ്തെടുക്കാതെ വീശി അടിക്കാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കപ്പിൽ 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇത് കുഴച്ചെടുത്ത് വെക്കണം. എന്നിട്ട് ഇതിലേക്ക് 1-2 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. നെയ്യും നമുക്കിതിലേക്ക് വേണ്ടി യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മളിത് പെട്ടെന്ന് തന്നെ ഇത് പരത്തി ചുട്ടെടുക്കുകയാണ്. നമുക്ക് എത്ര സൈസ് പൊറോട്ടയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബോളാക്കി എടുക്കാം. നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്ത് വെച്ചാലുള്ളൂ ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കുക തന്നെ വേണം. ഇനി ഓരോന്നും നമുക്കിതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. 9 എണ്ണം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് 9 പൊറോട്ട ചുട്ടെടുക്കാം. ഒരു ബൗളിൽ ഞാൻ 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. അല്പം ഓയിൽ ഇതുപോലെ പലകയിലിട്ടൊന്ന് തേച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ചിട്ട് കൈ വെച്ചിട്ട് പരത്തി കൊടുക്കുകയാണ്. കയ്യിലും നമ്മൾ ഓയിലാക്കി കൊടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം. വളരെ എളുപ്പമാണ്. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് കനം കുറച്ച് നിന്ന് വട്ടത്തിലങ്ങ് പരത്തി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമുക്കിത് മുഴുവനായിട്ട് നമ്മളിത് ലേയേഴ്സാക്കി കട്ട് ചെയ്തെടുക്കുന്നില്ല. അതിന് പകരമായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഉൾഭാഗത്ത് മാത്രം ഇതുപോലെ 4 ലൈനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഓയിൽ അല്പം ഇതിന് മുകളിലേക്ക് ഇതുപോലെ അങ്ങ് തൂവി കൊടുക്കുക. എന്നിട്ടിത് മടക്കി കൊണ്ടുവരാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ ലെയറിലേക്കും ഇതുപോലെ ഇങ്ങനെ മടക്കി കൊണ്ടുവരാം. അതിനുശേഷം ഇത് നീളത്തിൽ നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് പരത്തി കൊടുക്കാൻ വേണം. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരിക. വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അതിനുശേഷം ഈ ഒരു ഭാഗം നമുക്കിതിൻ്റെ ബാക്കിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം. കയ്യിൽ അല്പം ഓയിലാക്കിയിട്ട് ഇതിൻ്റെ നടുവിലെ ഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വട്ടത്തിലൊന്ന് അമർത്തിയിട്ടൊന്ന് പരത്തിയെടുക്കുക. കൈ വെച്ചിട്ട് ഇതുപോലെ സൈഡിലേക്ക് ഇതുപോലെ അങ്ങ് പരത്തി കൊടുത്താൽ മതി. അത്യാവശ്യം വട്ടത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്കിതിന് മുകളിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നമുക്കിതുപോലെ അങ്ങ് ചുട്ടെടുക്കാം. വളരെ എളുപ്പമാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ടൈം മാത്രം മതി. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് ഗോതമ്പ് പൊറോട്ടയാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് സ്പെഷ്യൽ ഹായ് അറിയിക്കാനുണ്ട്. അപ്പോൾ അവരുടെ പേരൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും സ്പെഷ്യൽ ഹായ് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്